ശിംശയ്ക്കും സ്തുതിയായിരിക്കട്ടെ. മേജർ ആർച്ച് ബിഷപ്പ് ആര് വരും എന്ന് വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരിക്കുമ്പോഴാണ് അതിനു മുമ്പേ പ്രവചിച്ച മാർ തോങ്കിളി പിതാവ് നിത്യതയിലേക്ക് എടുക്കപ്പെട്ടത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് അത് വലിയൊരു തീര നഷ്ടമാണ്. 1997 മുതൽ 2007 വരെ കാലഘട്ടം തൃശ്ശൂരിലുള്ള ഓരോ ക്രൈസ്തവന്റെ ഹൃദയങ്ങളിലും തോങ്കിളി പിതാവുണ്ട്. ഞാനത് തിരുത്തുകയാണ്. ക്രൈസ്തവനൊന്നുമല്ല, നാനാജാതി മതസ്ഥരുടെ ഹൃദയത്തിലും തോങ്കിളി പിതാവെ പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടുണ്ട്. ആര് ചെന്നാലും ആ തോങ്കിളി പിതാവിൻ്റെ എളിമയാർന്ന ആ മുഖവും സ്നേഹത്തോടുള്ള ആ സംസാരവും ഒരുപാട് ഹൃദയങ്ങളിൽ ഇന്നും അത് മായാതെ കിടക്കുകയാണ്. പിതാവ് 2023 50 വർഷം പൂർത്തിയായപ്പോൾ ഈ 50 വർഷം ബിഷപ്പായി ഓടി നടന്ന് അങ്ങ് താമരശ്ശേരി മുതൽ അങ്ങ് പിതാവായിരിക്കുന്ന എവിടെയൊക്കെയാണെങ്കിലും ലാസ്റ്റ് തൃശ്ശൂർ അതിരൂപതയിലെ 2007 വരെയും പിതാവായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ യഥാർത്ഥ ഒരു ഇടയൻ്റെ, ഒരു നല്ല ഇടയൻ എങ്ങനെയാണെന്ന് ഓരോ ജനഹൃദയങ്ങളിലും ഇന്ന് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. 1973 മെയ് മാസം 1-ാം തീയതിയാണ് മലബാറിന്റെ വീരപുത്രൻ, മലബാറിന്റെ ആദ്യ മെത്രാനായി മാറുന്നത്. ആ കാലഘട്ടങ്ങളിൽ ആ കുടിയേറ്റക്കാരുടെ വിഷമങ്ങളും വേദനകളും ഒക്കെ കണ്ടറിഞ്ഞ് കാടും അല്ലെങ്കിൽ മേടും ഒക്കെ എല്ലായിടങ്ങളിൽ നടന്ന് പ്രവർത്തിച്ച പിതാവ് പിന്നീട് തൃശ്ശൂരിന്റെ വീരപുത്രനായി മാറുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഈ 2023 മെയ് മാസത്തില് 50 വർഷം പൂർത്തിയാകുമ്പോഴും തൃശ്ശൂരിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. കാരണം 2007 ആ സ്ഥാനം മാറുമ്പോഴും പിതാവ് വേറെ എവിടേക്കും പോകാതെ അങ്ങ് തൃശ്ശൂരുള്ള സെമിനാരിൽ, മൈനർ സെമിനാരിൽ അന്ന് മുതൽ ഇന്ന് വരെ, പ്രത്യേകിച്ച് ഇന്ന് 3 മണി വരെ ആ സമയം വരെ പൂർണ്ണമായും തൃശ്ശൂരിന്റെ മകനായി എല്ലാ തൃശ്ശൂരിന്റെ മക്കൾക്കും അവർക്ക് എപ്പോഴും ഒരു കൈത്താങ്ങയായി മാറിയ പിതാവ് ഒരിക്കലും തൃശ്ശൂർക്കാർക്ക് മറക്കാൻ പറ്റുകയില്ല. ഏത് കാര്യങ്ങളും പിതാവ് തൃശ്ശൂർക്കാരുടെ ഒക്കെ എന്താ പറയുക, പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് പിതാവ് തൃശ്ശൂർക്കാരനാണെന്ന്. തൃശ്ശൂർക്കാരോടൊപ്പം പ്രവർത്തിച്ച പിതാവ് ഞങ്ങൾക്കെല്ലാം ഒരു മാതൃകയാണ്. പ്രത്യേകിച്ച് പിതാവ് സ്ഥാപിച്ച ക്രിസ്തുദാസി ആ സഭ, ആ സഭയിലെ എന്താ പറയുക, ഇപ്പോഴും ആ സിസ്റ്റേഴ്സ് ആ പിതാവിൻ്റെ ആ ലാളിത്യവും സ്നേഹവും പലപ്പോഴും ഞങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായി പിതാവ് പ്രത്യേകിച്ച് ജെയിനിസ്റ്റ് മീഡിയയ്ക്ക് തന്ന ഇൻ്റർവ്യൂകളെല്ലാം ഈ സമയം ഞങ്ങൾ ഓർക്കുകയാണ്. ആ പിതാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പിതാവ് ഞങ്ങളെ സ്വീകരിച്ചതും അപ്പം ഇതിനോടൊപ്പം ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷവും. തൃശ്ശൂർ അതിരൂപതയോടൊപ്പം ഞങ്ങളും പിതാവിൻ്റെ വേർപാടിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.